എല്ലാവർക്കും നമസ്കാരം. മീഡിയ ഡിക്ഷണറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യെല്ലോ ജേർണലിസമിനെ കുറിച്ചാണ്. യെല്ലോ ജേർണലിസം എന്ന് പറയുമ്പോൾ ഇത് ജേർണലിസം സ്റ്റൈലാണ്. അവിടെ ന്യൂസ് കറക്റ്റായി ഫെയർ ആയി പറയുന്നതിന് പകരം ജനങ്ങളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഓവറായി സെൻസേഷണലായി പ്രസന്റ് ചെയ്യുന്നു. സിമ്പിളായി പറഞ്ഞാൽ ട്രൂത്തിനെ കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് ഡ്രാമ ആഡ് ചെയ്യുന്ന സ്റ്റൈലാണ് ഇത്. 19th സെഞ്ച്വറിയിൽ അമേരിക്കയിൽ ഭയങ്കര പോപ്പുലറായി. അപ്പോൾ ന്യൂസ് പേപ്പേഴ്സ് തമ്മിൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് റീഡേഴ്സ് അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവർ ന്യൂസിനെ എക്സാഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. യെല്ലോ ജേർണലിസമിന്റെ മെയിൻ എയിം അറ്റൻഷൻ കിട്ടുകയാണ്, അല്ലാതെ കറക്റ്റ് ഇൻഫോർമേഷൻ കൊടുക്കുകയല്ല. അതുകൊണ്ട് ഫേക്ക് ന്യൂസ്, റൂമേഴ്സ്, ഹാഫ് ട്രൂത്ത് ഒക്കെ വരുന്നുണ്ട്. ഇതിന്റെ മെയിൻ ഫീച്ചറാണ് സെൻസേഷണൽ ഹെഡ്ലൈൻസ്. ഷോക്കിംഗ്, ബ്രേക്കിംഗ് പോലെ വേർഡ്സ് യൂസ് ചെയ്യുന്നു. എക്സാഗ്രേഷൻ, ചെറിയ സംഭവം വലിയ ഇഷ്യൂ ആക്കുന്നു. പിന്നെ ഫാക്ട് ചെക്കിംഗ്, പിന്നെ വെരിഫൈ ചെയ്യാതെ തന്നെ പബ്ലിഷ് ചെയ്യുന്നു. ഇമോഷണൽ മാനിപ്പുലേഷൻ, ഫിയർ, ആങ്കർ ക്രിയേറ്റ് ചെയ്യുന്നു. സ്കാൻഡൽസ് ഫോക്കസ് ചെയ്യുന്നു. സെലിബ്രിറ്റീസ്, പൊളിറ്റീഷ്യൻ, പേഴ്സണൽ ഇഷ്യൂസ് ഓവറായി കാണിക്കുന്നു. ആൻഡ് ബയസ്നെസ്, ന്യൂട്രൽ അല്ലാതെ ഒരു സൈഡ് സപ്പോർട്ട് ചെയ്യുന്നു. ഇതുകൊണ്ട് പല പ്രോബ്ലംസ് ഉണ്ടാകുന്നു. യെല്ലോ ജേർണലിസം പബ്ലിക്കിനെ മിസ്ലീഡ് ചെയ്യുന്നു. കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടാതെ റോങ് അണ്ടർസ്റ്റാൻഡിങ് വരും. അത് ഫിയറും പാനിക്കും ക്രിയേറ്റ് ചെയ്യും. ജനങ്ങൾ അൺനെസസറിയായി ഭയപ്പെടും. പിന്നെ ഇത് മീഡിയ ട്രസ്റ്റ് കുറയ്ക്കും. ജനങ്ങൾ ന്യൂസിനെ വിശ്വസിക്കാതെ ഇന്ന് സോഷ്യൽ മീഡിയ ടൈമിൽ ഇത് വളരെ കോമൺ ആണ്. ക്ലിക്ക് ബേറ്റ്, തംബ്നെയിൽസ്, ഫേക്ക് പോസ്റ്റ്, മിസ്ലീഡിംഗ് ക്യാപ്ഷൻസ് എല്ലാം ഇതിന്റെ മോഡേൺ ഫോംസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഒരു ന്യൂസ് കണ്ടപ്പോൾ തന്നെ ബിലീവ് ചെയ്യരുത്. ന്യൂസ് സോഴ്സ് ചെക്ക് ചെയ്യണം. റിലയബിൾ പ്ലാറ്റ്ഫോംസ് നോക്കണം. ക്രിട്ടിക്കൽ തിങ്കിങ് യൂസ് ചെയ്യണം. യെല്ലോ ജേർണലിസം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, പക്ഷെ അത് സൊസൈറ്റിനെ നല്ലതല്ല. അത് ട്രൂത്ത് ഡിസോർട്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഓൾവേസ് റെസ്പോൺസിബിൾ ജേർണലിസം സപ്പോർട്ട് ചെയ്യണം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും അറിയിക്കുക. നന്ദി, നമസ്കാരം.